ഇന്ന് നമുക്കൊരു മ്യൂസിയം കണ്ടാലോ. ഇതുള്ളത് ഗോവയിലാണ്. ബിഗ് ഫൂട്ട് എന്നാണ് കേട്ടോ മ്യൂസിയത്തിൻ്റെ പേര്. ആങ്സിസ്റ്റർ ഗോവ ഒരു റീക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. പണ്ടത്തെ ഗോവ എങ്ങനെയാണെന്നുള്ളത് റീക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. വീഡിയോയിൽ ആദ്യം കണ്ടത് പരശുരാമൻ്റെ സ്റ്റാച്ചു ആണ് കേട്ടോ. ഇവിടുത്തെ വിശ്വാസം പ്രകാരം പരശുരാമൻ തന്നെയാണ് ഗോവ ഉണ്ടാക്കിയിരിക്കുന്നത്, നമ്മുടെ പോലെ തന്നെ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ, പണ്ട് പരശുരാമൻ മഴ ഇറങ്ങിയപ്പോൾ ഒരു കഷ്ണം ഇവിടെ അടർന്ന് വീണതായിരിക്കും കുറച്ച് മേലിലേക്കിന്ന്. കാരണം സെയിം നമ്മുടെ പോലെ തന്നെയാണ്. ഒരു 90-95% കാര്യങ്ങളും ഇരിക്കുന്നത് നമ്മുടെ പോലെ തന്നെയാണ്. കുറച്ചും കൂടി ചെറിയൊരു സ്റ്റേറ്റ് ആയിട്ട് മാറിയെന്നേ ഉള്ളൂ. മീൻ പിടിക്കുന്നതാണെങ്കിലും അത് ആ മീൻ വിൽക്കാൻ കൊണ്ടുവന്ന ചേച്ചി, കയറ് പിടിക്കുന്ന ആൾക്കാർ, കശുവണ്ടി ഫാക്ടറി, അത് ശേഖരിക്കുന്ന ആൾക്കാർ, കശുവണ്ടി തോട്ടം. ഇതിപ്പോൾ ഫെനി ഉണ്ടാക്കുന്നതാണ്. ഫെനി ഇവിടുത്തെ ഡ്രിങ്കാണ് കേട്ടോ, കശുവണ്ടിയിൽ നിന്ന് ഇവരുണ്ടാക്കുന്ന ഡ്രിങ്കാണ്. പിന്നെ ഇതുപോലെ കുറേ ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ അവരിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യാം. പിന്നെ അതെ മൺകലം ഒക്കെ ഉണ്ടാക്കില്ലേ, മൺപാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ, അത് അപ്പുറത്തിരുന്ന് വിൽക്കുക. അങ്ങനെ ഫുള്ള് കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും. പിന്നെ ബ്രെഡ്, ഇവിടെ കുറേ ടൈപ്പ് ബ്രെഡ് ഉണ്ട് കേട്ടോ ഇവർക്ക്. നമുക്കാകെ നമ്മൾ ഈ ബണ്ണ് എന്നല്ലേ തന്നെ പറയുന്നത്, ഇവർക്ക് കുറേ ടൈപ്പ് ബ്രെഡ് ഉണ്ട്. അതിൽ തന്നെ മധുരമുള്ളതുണ്ട്, ഭയങ്കര റഫായിട്ട് ഇങ്ങനെ എന്താ പറയുക ഡ്രൈ ആയിട്ടുള്ള ബണ്ണുകളൊക്കെയാണ്. പക്ഷേ ഇവരത് വളരെ ഹാപ്പി ആയിട്ടാണ് കഴിക്കുന്നത്. കാര്യം ഇവർക്ക് അതാണല്ലോ ശീലം. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ദോശ ഇഡ്ഡലിയൊക്കെ കഴിക്കണ പോലെ, അല്ലെങ്കിൽ പുട്ടും കടലൊക്കെ കഴിക്കണ പോലെയാണ് ഇവർക്ക് സമോസയും ഈ ബ്രെഡൊക്കെ കഴിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ് ചെറിയ ഒരു വ്യത്യാസം എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഹിന്ദു ഒരു കൾച്ചറുള്ള പോലെ തന്നെ ക്രിസ്ത്യൻ കൾച്ചറും ഇവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഭയങ്കര ഒരു നല്ലൊരു വെറൈറ്റിയാണ്, കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അങ്ങനെയൊക്കെ. ഇപ്പം നമ്മുടെ അവിടെ തുളസിത്തറയൊക്കെ ഉള്ള പോലെയാണ് ഇവിടെ എല്ലാ വീട്ടിലും മുന്നിലും ഒരു കുരിശിൻ്റെ ഇതുണ്ട്, തുളസിത്തറ പോലെ തന്നെ. അതൊക്കെ ഞാൻ ഇവിടെ വന്നിട്ടാണ് കൂടുതൽ കണ്ടിട്ടുണ്ടെങ്കിൽ. നമ്മളവിടെ ഉണ്ടോയെന്ന് എനിക്ക് അത്ര അറിയില്ല. ഒരു പോർച്ചുഗീസ് ഇൻഫ്ലുവൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ നല്ലപോലെ ഉണ്ട്. പള്ളിയിൽ വരുന്ന കുട്ടികൾ, പാട്ട് പാടുന്ന ആൾക്കാർ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഇത് ഇവിടെ ഒരു അമ്പലം പോലെ ഇവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. നമുക്കിവിടെ പ്രാർത്ഥിക്കാം, അങ്ങനെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. പിന്നെ ഇതുപോലൊരു ഗുഹേൻ്റെ ഉള്ളിൽ പുറത്തൊരു സിംഹം കിടക്കുന്നുണ്ടാവുക. പിന്നെ സിംഹത്തിൻ്റെ ഒച്ച ഭയങ്കരമായിട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് വേൾഡ് മോസ്റ്റ് ഡേഞ്ചറസ് ആനിമൽ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഒരു കേജൊക്കെ കാണാം. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് വെറുതെ ഒന്ന് പേടിപ്പിക്കണ പോലെ ഒരു സെറ്റപ്പാണ്. നോക്കുമ്പോൾ ഒരു കണ്ണാടി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് ഭയങ്കര ഒരു വൈഡ് ഡെപ്ത് മീനിങ് ആണല്ലോ. അപ്പോൾ അങ്ങനെ ഇപ്പം പേടിച്ചിട്ട് അമ്മ പുറത്ത് നിൽക്കുകയാണ്. ഞങ്ങളോട് പോയി നോക്കിയിട്ട് വാർത്തയുള്ള പൈനിൽ അമ്മ അങ്ങനെ പുറത്ത് നിന്നായിരുന്നു. ഇവിടെ കുറേ ഏരിയ ഉണ്ട് കേട്ടോ. എൻട്രി പാസ്സും ഉണ്ട് കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ മൊത്തം കണ്ടിട്ട് ഇറങ്ങി.